മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യം ഡൽഹി എയിംസിലാണ് സംഭവിച്ചത്. 92 വയസ്സായിരുന്നു. തുടർച്ചയായി 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. 2004 മെയ് 22-നാണ് ഇന്ത്യയുടെ 14ാമത് പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് അധികാരമേറ്റത്. തുടർന്ന് 2009 മെയ് 22-ന് അദ്ദേഹം രണ്ടാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിൽപ്പെട്ട ഒരു ഗ്രാമത്തിലാണ് 1932 സെപ്റ്റംബർ 26-ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ജനിക്കുന്നത്. 1948-ൽ പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായി. തുടർന്ന് 1957-ൽ ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിൽ 1-ാം ക്ലാസ് ഓണേഴ്സ് ബിരുദം നേടി. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ നഫീൽഡ് കോളേജിൽ ചേർന്ന് 1962-ൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ DPhil പൂർത്തിയാക്കി. അദ്ദേഹത്തിൻ്റെ പഞ്ചാബ് സർവകലാശാലയിലെയും പ്രമുഖ ഉന്നത പഠന കേന്ദ്രമായ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലും അധ്യാപകനായി പ്രവർത്തിച്ചപ്പോഴുള്ള മികച്ച അധ്യാപന പരിചയമാണ് അദ്ദേഹത്തെ അക്കാദമിക് രംഗത്ത് ശ്രദ്ധേയമാക്കിയത്. പിന്നീട് ഇന്ത്യയിൽ അദ്ദേഹം പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നു. 1971-ൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി ചേർന്നു. അടുത്ത വർഷം ധനമന്ത്രാലയത്തിൻ്റെ മുഖ്യ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി. പല പ്രധാന പദവികളും ഡോക്ടർ സിംഗിനെ തേടിയെത്തിയിരുന്നു. ധനകാര്യ മന്ത്രാലയം സെക്രട്ടറി, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ, പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ്, യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചു. അദ്ദേഹത്തെ എപ്പോഴും ഓർമ്മിക്കപ്പെടുക 1991-96 കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് നടപ്പാക്കിയ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആന്റണി തുടരുന്നുണ്ട്. ആന്റണി, ആ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങളാണ് അത് അദ്ദേഹത്തിന് വിമർശകരെ ഒരുപാട് നേടിക്കൊടുത്തെങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വളർച്ചയിൽ നിർണായകമായൊരു നാഴികക്കല്ലായിരുന്നു ഉദാരവൽക്കരണ നയങ്ങൾ. ആ നയങ്ങളുടെ പേരിൽ സിംഗിനെ എക്കാലവും ഓർമ്മിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് കരുതാം. അദ്ദേഹത്തിൻ്റെ ആ സാമ്പത്തിക പരിഷ്കാരങ്ങളെ എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും ഈ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്കപ്പുറം, ഈ 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്കപ്പുറം അദ്ദേഹം ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ, ഇന്ത്യയുടെ ഇന്ന് കാണുന്ന വളർച്ചയിൽ ഇന്ന് കാണുന്ന ഒരു സാമ്പത്തിക നയം രൂപപ്പെടുത്തുന്നത് അദ്ദേഹമാണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. കാരണം 1991-ൽ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഈ സ്വകാര്യവൽക്കരണം പോലെയുള്ള സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും അടക്കമുള്ള നവലിബറൽ നയങ്ങൾ നടപ്പാക്കുന്നത്. അതിൻ്റെ പ്രതിഫലനം എന്നോളമാണ് പല ബിസിനസ്, പുതിയ വ്യവസായങ്ങളടക്കം രാജ്യത്തേക്ക് വരുന്നത്. ഇന്ന് കാണുന്ന നിലയിൽ ഈ വിദേശ നിക്ഷേപമടക്കമുള്ള കാര്യങ്ങളിൽ അത് നിർണായക പങ്ക് വഹിച്ചു. ഈ വികസനം ഈ പൊതുമേഖലയിൽ നിന്ന് കൂടുതൽ സ്വകാര്യ മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക നിലയെ, സാമ്പത്തിക നയത്തെ രൂപപ്പെടുത്തിയ ഒരാൾ എന്ന നിലയിൽ തന്നെയാണ് മൻമോഹൻ സിംഗ് അറിയപ്പെടുന്നത്. അതിനെതിരെ ഈ നവ ലിബറൽ നയങ്ങൾ സ്വീകരിച്ചതിനെതിരെ വലിയ വിമർശനങ്ങൾ, പ്രധാനമായും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. CPIM അടക്കമുള്ള ഇടത് പാർട്ടികളടക്കം അദ്ദേഹത്തെ രൂക്ഷമായി ഇപ്പോഴും വിമർശിക്കുന്നത് ഈ ഉദാരവൽക്കരണ നയങ്ങളുടെ പേരിലാണ്. പക്ഷേ ഉദാരവൽക്കരണ നയങ്ങൾ, ആ നയങ്ങളാണ് കൂടുതലായി ഈ ഇന്ത്യയുടെ ഒരു സാമ്പത്തിക നിലയിൽ ഇന്ന് കാണുന്ന വളർച്ചയിലേക്ക് രാജ്യത്തെ എത്തിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ചത് എന്നുള്ള ഒരു വിലയിരുത്തലും അതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ലോകം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടമുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന ആ ഘട്ടത്തിൽ അമേരിക്ക പോലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഒക്കെ നീങ്ങുന്ന ഒരു കാലത്ത് രാജ്യം വലിയ പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോയി എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എക്കണോമിസ്റ്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു അറിവ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചു പോകുന്നത്. പ്രത്യേകിച്ച് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾ പോലെയുള്ള പദ്ധതികളിലൂടെ നേരിട്ട് ജനങ്ങളിലേക്ക് പണം എത്തിക്കാനുള്ള നടപടികൾ, അത് മാർക്കറ്റിലേക്ക് പണം എത്തിക്കുന്ന, ഓരോരുത്തരുടെയും കയ്യിലേക്ക് പണം എത്തിക്കുന്ന ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമായി UPA സർക്കാർ സ്വീകരിച്ചു. ഈ ബാങ്കുകൾ, ഈ സബ്സിഡികൾ, അതായത് ഗ്യാസിൻ്റെ സബ്സിഡി അടക്കമുള്ള കാര്യങ്ങൾ നേരിട്ട് ഉപഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി, അതിലൂടെ ഉണ്ടാകുന്ന ഒരു ഇടപെടൽ കൃത്യമായി തന്നെ അതൊരു മാർക്കറ്റിലേക്ക് ഇടപെടുന്ന, ആ പണം എത്തിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു വഴി അദ്ദേഹം അതിലൂടെ കണ്ടു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇന്ത്യയുടെ
സാമ്പത്തിക മേഖലയിൽ നൽകിയ ഒരു സംഭാവന അല്ലെങ്കിൽ ആ നിലയിൽ തന്നെയാണ് അദ്ദേഹം ഓർമ്മിക്കപ്പെടുക എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. എല്ലാ മേഖലകളിലും അങ്ങനെ ഒട്ടേറെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ മൻമോഹൻ സിംഗിന്റെ ഭാഗത്തുനിന്ന് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ആളാണ് മൻമോഹൻ സിംഗ്. ഇപ്പോൾ നിതിൻ പ്രഭാകരൻ കൂടി ചേരുന്നുണ്ട്. നിതിൻ, വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണ നടപടികൾ, ഉറച്ച രീതിയിലുള്ള സാമ്പത്തിക രംഗത്തെ പരിഷ്കാരങ്ങൾ, അതൊക്കെ ഇന്ത്യയുടെ ഗതി തന്നെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിരുന്നു. എങ്ങനെ ഓർത്തെടുക്കാം മൻമോഹൻ സിംഗിന്റെ സംഭാവനകൾ? തീർച്ചയായും ലിബീഷ്, വാക്കുകൾ കൊണ്ട് അമ്മാനമാടുകയല്ല, പ്രവൃത്തികൾ കൊണ്ട് രാജ്യത്തെ പുരോഗതിയിലേക്ക് കൈപിടിച്ചനയിച്ച പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 91-96 കാലത്ത് നരസിംഹറാവു മന്ത്രിസഭയിൽ ധനകാര്യ മന്ത്രിയായാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് 2004 മുതൽ 2014 വരെ 10 വർഷമാണ് UPA രാജ്യം ഭരിച്ചപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. രാജ്യസഭ അംഗമായ അദ്ദേഹം കഴിഞ്ഞ ഏപ്രിലാണ് കാലാവധി അവസാനിച്ച ശേഷം വിശ്രമ ജീവിതം നയിച്ചത്. ലോകം സാമ്പത്തിക മാന്ദ്യത്തിൽ ലോകരാജ്യങ്ങൾ, മുൻനിര രാജ്യങ്ങൾ, അതായത് വികസിത രാജ്യങ്ങളെല്ലാം തന്നെ നട്ടം തിരിഞ്ഞ കാലത്ത് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിൽ കൂപ്പുകുത്തിയപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ പിടിച്ചു നിർത്തിയത് മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക രംഗത്തെ മാജിക്കുകളായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. സാമ്പത്തിക രംഗത്ത് മൻമോഹൻ സിംഗിനോളം വരുന്ന, അല്ലെങ്കിൽ മൻമോഹൻ സിംഗിനോട് കിടപിടിക്കാൻ പറ്റുന്ന മറ്റൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്നില്ല. ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞരിൽ ഒരാളെയാണ് ഇന്ത്യക്ക് നഷ്ടമായത്. രാഷ്ട്രീയക്കാരനായിട്ടല്ല അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം അതാണ്. രാജീവ് ഗാന്ധിയുമായുള്ള ആത്മബന്ധമാണ് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് ആകർഷിക്കുന്നത്. തുടർന്ന് അദ്ദേഹം നരസിംഹറാവു മന്ത്രിസഭയിൽ മന്ത്രിയാകുന്നു. പിന്നീട് 2004 മുതൽ 2014 വരെ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. അന്ന് 2004 കോൺഗ്രസിനും UPA മുന്നണിക്ക് അധികാരം ലഭിച്ചപ്പോൾ എല്ലാവരും സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ സോണിയാഗാന്ധിയുടെ വിദേശ പൗരത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് BJP അടക്കമുള്ള അന്നത്തെ പ്രതിപക്ഷ കക്ഷികൾ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്താണ് കോൺഗ്രസ് മൻമോഹൻ സിംഗിനെ അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിയുടെ കസേരയിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് ആ 10 വർഷക്കാലം തന്റെ ജനങ്ങളുടെ, ഈ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു മൻമോഹൻ സിംഗിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. രാജ്യത്തിന് തന്നെ മാതൃകയായ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, വിദ്യാഭ്യാസം, എല്ലാവർക്കും വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ നടപ്പാക്കിയത് മൻമോഹൻ സിംഗിന്റെ കാലത്താണെന്ന് ഇന്ത്യക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വിവരാവകാശ നിയമം രാജ്യത്ത് പാസാക്കുന്നത് മൻമോഹൻ സിംഗിന്റെ കാലത്താണ്. ഇത്തരത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ മാതൃകയായ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് മൻമോഹൻ സിംഗിന്റെ ഭരണകാലയളവിലാണ്. ലോകം കണ്ട മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ, ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിൽ ഉപരി അദ്ദേഹം ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ നേതാവായിരുന്നില്ല, രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. ലോകം കണ്ട മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനിൽ ഒരാളെയാണ് മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിലൂടെ നഷ്ടമായത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും അദ്ദേഹം 10 വർഷക്കാലം പ്രധാനമന്ത്രിയായി, അതിനുശേഷം രാജ്യസഭാ അംഗമായിരുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിലും തന്റേതായ ഇടപെടലുകൾ നടത്തി. ഗാന്ധി കുടുംബത്തിന്റെ എക്കാലത്തെയും വിശ്വസ്തരായ നേതാക്കന്മാരിൽ ഒരാൾ കൂടിയാണ് ഇപ്പോൾ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിലൂടെ ഇല്ലാതാകുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ സൗമ്യമായ സാന്നിധ്യം ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെന്നും കരുത്തു പകരുമായിരുന്നു. ആ വ്യത്യസ്തതയാണ് മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിലൂടെ കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടമായത്. രാജ്യത്തിനും ലോകത്തിനും ഒരു മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കൂടി ഈ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിലൂടെ ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ് ലിബീഷ്. ആന്റണി തുടരുന്നുണ്ട്. ആന്റണി, ഈ നവ ഉദാരവൽക്കരണ നയങ്ങൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ നിരവധി ഭരണപരിഷ്കാരങ്ങൾ കൂടി ഉണ്ട്. പ്രത്യേകിച്ചും ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങൾ, അങ്ങനെയുള്ള ഭരണ നടപടികളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും അങ്ങനെ അത്തരം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്ന, ജനങ്ങളെ കുറച്ചുകൂടി തുറന്ന ഒരു വികസന നയങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ സ്പർശിച്ച ഒരു പദ്ധതി എന്ന് വിലയിരുത്തപ്പെടുന്നത് അത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തന്നെയാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഓരോ കുടുംബത്തിനും 100 ദിവസമെങ്കിലും തൊഴിലുറപ്പാക്കുക, അതിലൂടെ അവരുടെ വരുമാനം ഉറപ്പാക്കുക, അവരുടെ ദാരിദ്ര്യം ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ പദ്ധതി നടപ്പാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഉത്തരേന്ത്യ അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ തൊഴിൽ കൃത്യമായി കിട്ടാതെ വലിയ പ്രതിസന്ധി നിൽക്കുന്ന ഒരു സാഹചര്യം, അത് അന്ന്
കൃത്യമായി തന്നെ ഒരു തുക, ഒരു ഡെയിലി വേജ് നിശ്ചയിച്ച് കൃത്യമായി തന്നെ ആ പണം ഈ ഉപഭോക്താവിൻ്റെ അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്ന തൊഴിലുറപ്പ് തൊഴിലാളിയുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന ഒരു നില അല്ലെങ്കിൽ അത്തരമൊരു പദ്ധതി, അത് തന്നെയാണ് ഈ UPA സർക്കാരിൻ്റെ ഈ രണ്ട് UPA സർക്കാരുകൾ, 1ഉം 2 UPA സർക്കാരുകളിൽ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത്. മാത്രമല്ല അതിനപ്പുറത്തേക്ക് പിന്നെയും വിവിധ മേഖലകളിൽ അദ്ദേഹം നടപ്പാക്കിയ പദ്ധതികൾ നമുക്ക് പറയാൻ കഴിയും. അത് ഈ പ്രത്യേകിച്ച് വിവരാവകാശ നിയമം, വിവരാവകാശ നിയമം ഇന്ത്യ കണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിയമമാണ്. കാരണം അറിയാനുള്ള ഈ ഭരണത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉള്ളിൽ ഈ ഒക്കെ എന്താണ് എന്നറിയാനുള്ള ഒരു പൗരൻ്റെ അവകാശം, അതിനെ നിയമപരമായി തന്നെ ഭരണഘടനാപരമായി തന്നെ ഉറപ്പിക്കുന്ന ഒരു ചരിത്രപരമായ ഒരു നീക്കമായിരുന്നു അന്ന് UPA സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കിയിട്ടുള്ള ഈ വിവരാവകാശ നിയമം. അതുപോലെ തന്നെ റേഷനുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട ഈ അത്തരം പദ്ധതികൾ, ആരോഗ്യരംഗത്തും മികച്ച സേവനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം നടപ്പാക്കിയ പദ്ധതിയാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. ഈ ഗ്രാമീണ മേഖലകളിലേക്ക് അതിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അത് കൂടുതൽ എത്തിക്കുക എന്നുള്ള ഭാഗമായി ആണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്നൊരു പദ്ധതി മൻമോഹൻ സർക്കാർ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 27% സീറ്റ് പിന്നാക്ക ജാതിക്കാർക്കായി ഈ സർക്കാർ സംവരണം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അത്തരത്തിൽ ഈ ആരോഗ്യ മേഖലയിൽ അങ്ങനെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ആ ഒരു നടപടികൾ സർവ്വതലമായി എല്ലായിടങ്ങളിലേക്കും എത്തുന്ന ഒരു വികസനമാണ് അല്ലെങ്കിൽ അത്തരമുള്ള പദ്ധതികളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അത് പറയാൻ നേരത്തെ നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു എക്കണോമിസ്റ്റ്, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം നടപ്പാക്കിയ പദ്ധതികളൊക്കെ അത് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ളതായിരുന്നു എന്ന് പറയാൻ സാധിക്കും. നിതിൻ തുടരുന്നുണ്ട്. നിതിൻ, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലാതിരുന്നിട്ട് കൂടി ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന നിരവധി തരത്തിലുള്ള പദ്ധതികൾക്ക് രൂപം നൽകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ ഉദാരവൽക്കരണ നയങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തുണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കണ്ടതാണ്. പലതരത്തിലുള്ള എതിർപ്പുകളും ഒക്കെ ഇപ്പോഴും പ്രത്യയശാസ്ത്രപരമായിട്ടൊക്കെ ഇടത് കക്ഷികളൊക്കെ ഉയർത്തുമ്പോൾ പോലും ഉദാരവൽക്കരണ അതോടൊപ്പം തന്നെ ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഗുണഫലം ഇന്ത്യ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹം ഈ കടന്നു വന്ന വഴികളിലൂടെ ഒന്ന് പിന്നോട്ട് നടന്നാൽ നമുക്ക് എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്കുള്ള കടന്നുവരവിനെ നോക്കിക്കാണാം? മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ സാമ്പത്തിക വിദഗ്ധനായാണ് മൻമോഹൻ സിംഗിനെ വിലയിരുത്തേണ്ടത്. പഞ്ചാബ് സർവകലാശാല, കേംബ്രിഡ്ജ് സർവകലാശാല, ഓക്സ്ഫോർഡ് സർവകലാശാല എന്നിവിടങ്ങളിൽ പഠിച്ചാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇത്രത്തോളം അവഗാഹം നേടിയത്. റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര നാണയനിധി IMF അംഗമെന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയ ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. പ്രധാനമന്ത്രി പദത്തിലിരിക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ തന്നെ മാറ്റിമറിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി സോഷ്യലിസ്റ്റ് മുതലാളിത്ത സമ്മിശ്ര സാമ്പത്തിക വ്യവസ്ഥിതിയിൽ പടുത്തുയർത്തപ്പെട്ട ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും വേണ്ടി തുറന്നിടുകയായിരുന്നു സിംഗിന്റെ ആദ്യത്തെ ഈ പരിഷ്കാരം. ഈ സാമ്പത്തിക നയങ്ങൾ തുടക്കത്തിൽ ലിബീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടേറെ എതിർപ്പുകൾ വിളിച്ചു വരുത്തിയിരുന്നു. എന്നാൽ പിന്നീട് മറ്റു പല രാഷ്ട്രീയ സംഘടനകളും ഭരണതന്ത്രജ്ഞരും മൻമോഹൻ സിംഗിന്റെ പരിഷ്കാരങ്ങളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ അംഗീകരിക്കേണ്ടി വന്നു എന്നാണ് മൻമോഹൻ സിംഗിനെ വ്യത്യസ്തനാക്കുന്നത്. 1991 ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആവിഷ്കർത്താവ് എന്ന നിലയിലും അദ്ദേഹം വ്യവസായികൾക്കിടയിലും അറിയപ്പെടുന്നുണ്ട്. 2004 പൊതുതെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. അന്ന് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് എല്ലാവരും കരുതിയ ഒരു സാഹചര്യത്തിലാണ് പൊടുന്നനെ കോൺഗ്രസ് നേതൃത്വം മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുന്നത്. പിന്നീട് 2009 പൊതുതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി. ജവഹർലാൽ നെഹ്റുവിന് ശേഷം 5 വർഷം അധികാരം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി പദത്തിൽ വീണ്ടും എത്തുന്ന വ്യക്തിയായി മൻമോഹൻ സിംഗ് മാറി. 2010 ടൈം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള
100 ആളുകളെ കണ്ടെത്തിയപ്പോൾ അതിൽ ഒരാളായി തെരഞ്ഞെടുത്തത് മൻമോഹൻ സിംഗ് ആയിരുന്നു. ലൈസൻസ് രാജ് സംവിധാനത്തിന്റെ അന്ത്യം കുറിക്കുകയും പുതിയ ഇന്ത്യ സാമ്പത്തിക വ്യവസ്ഥിതിക്ക് തുടക്കമിടുകയും ചെയ്യാൻ മൻമോഹൻ സിംഗിന് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്. അതോടൊപ്പം തന്നെ ആസിയാൻ കരാർ, ആണവ കരാർ ഉൾപ്പെടെ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ ഒരു വിസ്മയമായി മാറിയ ഈ കരാറുകൾ ഒപ്പിടുന്നതിൽ മൻമോഹൻ സിംഗിന്റെ നിർണായകമായ പങ്കുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ആണവ കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നാം UPA സർക്കാരിനുള്ള പിന്തുണ ഇടതുകക്ഷികൾ പിൻവലിച്ചപ്പോഴും ആ മന്ത്രിസഭയെ താങ്ങി നിർത്താൻ മൻമോഹൻ സിംഗ് നടത്തിയ ചാണക്യ നീക്കങ്ങൾ, അദ്ദേഹം ഒരു സൈലന്റ് പ്രധാനമന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ അധികം സംസാരിക്കാത്ത വ്യക്തിത്വമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കൂർമ്മ ബുദ്ധി ആ 2004 ഒന്നാം UPA സർക്കാരിനെ 5 വർഷം കാലാവധി തികയ്ക്കുന്നതിൽ കൊണ്ടെത്തിച്ചു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഗാന്ധി കുടുംബവുമായി എന്നും വിശ്വസ്തമായ ബന്ധം പുലർത്തിയിരുന്ന മൻമോഹൻ സിംഗിന്റെ വിയോഗം കോൺഗ്രസ് രാഷ്ട്രീയത്തിനും അതോടൊപ്പം തന്നെ രാജ്യത്തിനും ഒരു വലിയ നഷ്ടമാണെന്ന് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം. ലിബീഷ്, ഒട്ടേറെ അവാർഡുകളും അംഗീകാരങ്ങളും ഡോക്ടർ മൻമോഹൻ സിംഗിനെ തേടിയെത്തിയിട്ടുണ്ട്. 1987 ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ അദ്ദേഹത്തിന് സമ്മാനിച്ചു. 1995 ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ ജവഹർലാൽ നെഹ്റു ജന്മശതാബ്ദി അവാർഡും 1993 94 മികച്ച ധനകാര്യമന്ത്രിക്കുള്ള ഏഷ്യാമണി അവാർഡും 1993 മികച്ച ധനകാര്യമന്ത്രിക്കുള്ള യൂറോമണി അവാർഡും 1956 കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ആഡം സ്മിത്ത് സമ്മാനവും ഡോക്ടർ മൻമോഹൻ സിംഗിനെ തേടിയെത്തിയിട്ടുണ്ട്. 1955 കേംബ്രിഡ്ജിലെ സെന്റ് ജോൺസ് കോളേജിലെ മികച്ച പ്രകടനത്തിന് റൈറ്റ്സ് പ്രൈസും അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗീകാരം തന്നെയാണ്. അങ്ങനെ നിരവധി സർവകലാശാലകൾ, വിദേശത്തെ ഏറ്റവും പ്രമുഖ സർവകലാശാലകളായ കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് സർവകലാശാലകൾ ഡോക്ടർ മൻമോഹൻ സിംഗിന് ഓണററി ബിരുദങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. അങ്ങനെ ലോക രാജ്യങ്ങൾക്കിടയിൽ തലയെടുപ്പോടെ നിന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യയുടെ സാമ്പത്തിക നയ രൂപീകരണത്തിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതിൽ, രാജ്യത്തിൻ്റെ ജാലകങ്ങൾ തുറന്നിടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. ആന്റണി ജിസ് ജോർജ് തുടരുന്നുണ്ട്. ആന്റണിയും, ഈ ആശുപത്രിയിൽ നിന്ന് മറ്റു കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ട് വരുന്നുണ്ടോ? അതായത് ഈ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. മറ്റ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. മറ്റ് സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. ഏതായാലും നിലവിൽ അദ്ദേഹം ഉള്ളത് ഡൽഹി എയിംസിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉള്ളത്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങളിൽ ഇനിയും തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് വൈകുന്നേരം 8 മണിയോട് കൂടിയാണ് അദ്ദേഹത്തെ ഡൽഹി എയിംസിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് 9:15 കൂടി അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ആണ് അല്പസമയം മുമ്പ് ഏതാണ്ട് 10:30 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഈ ശ്വാസതടസ്സം അതിഭീകരമായിരുന്നു. അതിനുശേഷം അതിനെ തുടർന്ന് അദ്ദേഹം ICUവിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയാണ് ചെയ്തത്. ഏതായാലും ഇനി മറ്റ് നടപടിക്രമങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനം വരേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇനി അടുത്ത ദിവസങ്ങളിലെ കാര്യങ്ങൾ എന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ് നിലവിലുള്ളത്. ഈ ഡൽഹി എയിംസിലാണ്. അവിടെ നേതാക്കൾ എല്ലാം തന്നെ ഉണ്ട്. ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആ ഘട്ടത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധി അവിടേക്ക് എത്തിയിരുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രിയും BJPയുടെ ദേശീയ അധ്യക്ഷനുമായ JP നദ്ദ അടക്കമുള്ളവരും ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വിവിധ നേതാക്കൾ അവിടെയുണ്ട്. മാത്രമല്ല കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും ഇപ്പോൾ ബലഗാവിയിലാണ് ഉള്ളത്. അവിടെ പ്രത്യേക കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗം തുടരുക. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് അനിൽ ബോസ് നമ്മളൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അനിൽ ബോസ്, നവ ഉദാരവൽക്കരണ നയത്തിൻ്റെ പേരിലൊക്കെയാണ് മൻമോഹൻ സിംഗ് അറിയപ്പെടുന്നതെങ്കിൽ കൂടി 10 വർഷക്കാലം ഇന്ത്യയെ വലിയ രീതിയിൽ പുരോഗതിയിലേക്ക് നയിച്ച, ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ, നിരവധി ഭരണ നടപടികൾക്കും തുടക്കമിട്ട, അത് നടപ്പാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ ഓർമ്മയായിരിക്കുന്നത്. എങ്ങനെ ഓർത്തെടുക്കാം അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ? ഡോക്ടർ മൻമോഹൻ സിംഗ് ലോകത്തെ പല രാജ്യങ്ങളും തകർന്നടിഞ്ഞ സന്ദർഭത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ നിലനിർത്താൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുകയും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം കൊണ്ട് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്ത ഭരണാധികാരിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം
ഒന്നും രണ്ടും UPA ഗവൺമെന്റ് കാലയളവിൽ കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ മന്ത്രാലയത്തിൽ പ്രൊവിഡന്റ് ഫണ്ട് ബോർഡിൽ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. തൊഴിലാളി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കാണാൻ പരിശ്രമിക്കുമ്പോഴും കണ്ടിട്ടുള്ളപ്പോഴും അദ്ദേഹം നീക്കിവെക്കുന്ന സമയം, നമ്മൾ അവതരിപ്പിക്കുന്ന, നമ്മൾ നൽകുന്ന നിവേദനങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിലെ ഉപചോദ്യങ്ങൾ, അതൊക്കെയായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിന് കാണിക്കുന്ന സഹിഷ്ണുതയും സൗമനസ്യവും സഹാനുഭൂതിയും വളരെ വേറിട്ട് കാണാൻ കഴിയുന്ന അനുഭവം നേരിൽ സാക്ഷ്യം പറയാൻ കഴിയുന്ന തരത്തിൽ എനിക്ക് ബോധ്യമായിട്ടുണ്ട്. മാത്രമല്ല, ഡൽഹിയിൽ 1, 2, 3 ചടങ്ങുകളിൽ അദ്ദേഹത്തോടൊപ്പം ദൈവകൃപയാൽ പങ്കെടുക്കാൻ അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പൊതുപരിപാടികളിൽ ഇത്രയും സൗമ്യമായി ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയിൽ പ്രതിപക്ഷം ആക്ഷേപശരങ്ങൾ അഴിച്ചുവിടുമ്പോഴും താൻ ചെയ്യുന്ന ജോലിയിൽ വ്യാപൃതനായിക്കൊണ്ട് അതൊരു പൊതുനന്മയാണ് എങ്കിൽ, അത് രാജ്യത്തിന്റെ പൊതു താല്പര്യമാണെങ്കിൽ, അതിൽ കാർക്കശ്യ സ്വഭാവം സ്വീകരിക്കുന്നതിൽ ഒരു ഘട്ടത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഭരണാധികാരിയാണ്. റിസർവ് ബാങ്ക് ഗവർണർ എന്നുള്ള നിലയിലും ധനകാര്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ അനുഭവവും പരിചയവുമാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഇന്നത്തെ വളർച്ചയിലേക്ക് നിലനിർത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇന്ന് പ്രധാനമന്ത്രിയായിരിക്കുന്ന ആളടക്കം മൻമോഹൻ സിംഗിനെ രാഷ്ട്രീയമായി, വ്യക്തിപരമായി അദ്ദേഹം അങ്ങനെ കരുതുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ അപഹസിച്ച സന്ദർഭങ്ങളിലുള്ള സെക്കൻഡുകൾ കൊണ്ടുള്ള മറുപടിയുണ്ട്. ആ മറുപടി നോക്കിയാൽ, ഞാനതിലേക്ക് പോകുന്നില്ല, കോട്ടിട്ട് കുളിക്കുന്ന അടക്കമുള്ള സംഭവങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറയുന്നത്, അപ്പൊ അത്രയും വിശാലമായ വീക്ഷണകോണിൽ ഒരു വാക്കിനെ ഒരു വജ്രായുധം പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന, താൻ എടുക്കുന്ന തീരുമാനങ്ങളെ ദീർഘദൂരം രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയുന്ന തീരുമാനങ്ങളാക്കി മാറ്റിയ മഹത്തായ ജനനേതാവാണ്. അതിലുപരി ജനനേതാവ് എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയം മാത്രമായി പോകും. ജനനേതാവിനപ്പുറം ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന നല്ല ഊർജ്ജസ്വലനായ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി, അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് മൻമോഹൻ സിംഗിന് പകരം വയ്ക്കാൻ കഴിയുന്ന ഒരു നേതാവില്ല.